ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നെയ്ച്ചോറിനും ചപ്പാത്തി, പൊറോട്ട അതുപോലെ ചോറിനെല്ലാം നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു കണ്ണാടി പദം ആവുന്നത് വരെ നമുക്കൊന്ന് വഴന്ന് വരണം. ആ സമയം ഞാനിവിടെ ഒരു 15 ചെറിയുള്ളിയും ഒരു 4 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നല്ല നിറം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ചതച്ച് വെച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി പച്ചമുളക് ഇതുപോലെ ചതച്ച് ചേർത്തുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂടും. പച്ചമുളകിൻ്റെ ടേസ്റ്റും ഫ്ലേവറും നല്ലോണം കറിയിലേക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിൻ്റെ കളറൊന്ന് ഒരു ബ്രൗണിഷ് നിറമാണ് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂണും ഇഞ്ചി 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ തന്നെ ചിക്കൻ കറിക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് കറിക്ക് രുചി കൂടുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇത് ഗരം മസാലയുടെ ഫ്ലേവർ നമുക്ക് എൻഹാൻസ് ചെയ്ത് കിട്ടും. അതിനായിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി പഴുത്തത് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരാനായിട്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിക്ക് പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം നോർമൽ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാലയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മസാല നന്നായി വഴറ്റി കൊടുക്കണം. പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ 2 ടേബിൾ സ്പൂൺ തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ഒരു അര ടീസ്പൂണും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാല എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന പോലെ നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. അത് കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് വേണം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
പിന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം കറിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളം തന്നെ ചേർത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചിക്കനും ഉരുളക്കിഴങ്ങെല്ലാം ഒരേ വേവ് തന്നെയാണ്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി എപ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഒരു കയ്പ്പ് രുചി ഉണ്ടാകും കറിക്ക്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കറിക്ക് നല്ല ഒരു കളറും അതുപോലെ ടേസ്റ്റും കിട്ടും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുമ്പോൾ കറിയുടെ എണ്ണയെല്ലാം മേലെ തെളിഞ്ഞ് വരും. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ സമയം ലാസ്റ്റ് ഉപ്പൊക്കെ കറിക്ക് ആവശ്യാനുസരണം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇനി ലാസ്റ്റ് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് ഫ്ലേവർ ഉണ്ടാകും കറിക്ക്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നല്ല ഈസിയാണ്, സിമ്പിളുമാണ്, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്കിത് ചോറിനും ചപ്പാത്തി, പൊറോട്ട, പത്തിരി, നെയ്ച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിവിടെ ഇന്ന് പൊറോട്ടയ്ക്കൊപ്പമാണ് ഈ ചിക്കൻ കറി സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.